ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ദിവസം നാത്തൂൻ്റെ വീട്ടിൽ പോയപ്പോൾ അമ്മ കുറച്ച് ചാമ്പയ്ക്ക തന്നിരുന്നല്ലോ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ചാമ്പയ്ക്ക വെച്ചിട്ടൊരു ചാമ്പയ്ക്ക ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചമ്മന്തിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: ചാമ്പയ്ക്ക 10-15 എണ്ണം, തേങ്ങ അരമുറി, വറ്റൽമുളക് ഒരു 4 എണ്ണം, എരിവിനനുസരിച്ച് കൂട്ടി കൊടുക്കാവുന്നതാണ്. പിന്നെ പച്ചമുളക് ആവശ്യമുള്ളവർക്ക് പച്ചമുളക് യൂസ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ്, 2 തണ്ട് കറിവേപ്പില, മല്ലിച്ചപ്പ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ ലാസ്റ്റാണ് ഇട്ടത്. എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. ചമ്മന്തി അരയ്ക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ ഇഞ്ചി യൂസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു കൂട്ടത്തിൽ ഇഞ്ചി നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൽ ഇഞ്ചി ഇല്ലല്ലോ എന്ന്. പക്ഷേ ഇഞ്ചി ചേർക്കണം, ഇഞ്ചി മസ്റ്റായിട്ട് ചേർക്കേണ്ടതാണ്. അതിനുശേഷം എല്ലാ ഇൻഗ്രീഡിയൻസും ജാറിലേക്ക് ഇടുക. കറിവേപ്പിലയും മല്ലിച്ചപ്പും ഇഞ്ചിയും പച്ചമുളകും ജാറിലേക്ക് ആദ്യം ഇടുന്നതാണ് നല്ലത്. തേങ്ങയുടെ മുകളിലായിട്ടാണ് ഇടുന്നത് എങ്കിൽ അരിഞ്ഞു കിട്ടാൻ പാടാണ്. അതുകൊണ്ടാണ് ജാറിലേക്ക് ആദ്യം ഇവയെല്ലാം കൂടി ഇടുന്നത്. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ട് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. സ്വാദിഷ്ടമായ ചാമ്പയ്ക്ക ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.